യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായം. Isaiah chapter 51 verses 1 and 2. After that, Romans chapter 4 verse 16 to 18. First, Isaiah chapter 51 verses 1 and 2. നീതിയെ പിന്തുടരുന്നവനും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവേ, എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ എബ്രഹാമിങ്കിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിങ്കിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചുമിരിക്കുന്നു. മതി. റോമലേഖനം 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളൂടെ. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിനും തന്നെ. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു. അബ്രഹാമിന്റെ കാലം കഴിഞ്ഞ് 750-ൽ പരം വർഷങ്ങൾക്ക് ശേഷം അബ്രഹാമിന്റെ സന്തതികളോട് ദൈവം തൻ്റെ പ്രവാചകനാകുന്ന യെശയ്യാവിന്റെ പ്രവചന ശബ്ദത്തിലൂടെ അവരോട് പറയുക, നിങ്ങളുടെ വല്യപ്പച്ചനായ അബ്രഹാമിനെ ഒന്ന് നോക്ക്. എൻ്റെ ചോദ്യം, ആ തലമുറയിൽ ദൈവത്തിന് ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ലേ ഒന്ന് നോക്കാൻ? ഒരിക്കൽ പോലും ഈ തലമുറ കണ്ടിട്ടില്ലാത്ത 750-ൽ വരം വർഷങ്ങൾക്ക് അധികം പഴക്കമുള്ള ഒരു വല്യപ്പച്ചനെ, ഒരു മനുഷ്യനെ നോക്കിയിട്ട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ ഒന്ന് നോക്ക്. അബ്രഹാമിനെ ഒന്ന് നോക്കുക എന്ന് പറയുമ്പോൾ വെറും ഒരു നോട്ടമല്ല. Whenever the Bible says about look, it means learn. നോക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പഠിക്കുക എന്നാ. നിങ്ങൾ ഉറുമ്പിനെ നോക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉറുമ്പിനെ നോക്കി പഠിക്ക്. നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്ക് എന്ന് പറഞ്ഞാൽ ഹാ 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 നല്ല പറവ എന്ന് പറയാനല്ല, പറവകളെ നോക്കി പഠിക്ക്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവനെ നോക്കി ഒന്ന് പഠിക്ക്, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യ്. ഇവൻ എത്ര മഹാനെന്ന് നോക്കുവീൻ. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. എപ്പോഴെല്ലാം ബൈബിൾ നോക്കുവീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജസ്റ്റ് ഒന്ന് നോക്കുക അല്ല, പിന്നെയോ ലേൺ ഫ്രം ഹിം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ചിലത് പഠിക്കാൻ പറ്റും. ബൈബിളിൽ ഒത്തിരി നല്ല പിതാക്കന്മാരുണ്ട്, നല്ലതല്ലാത്ത ബാഡ് ഫാദേഴ്സും ഉണ്ട്. സോ ഗുഡ് ഫാദേഴ്സും ഉണ്ട്, ബാഡ് ഫാദേഴ്സും ഉണ്ട്. പക്ഷെ മെജോറിറ്റി ഗുഡ് ഫാദേഴ്സാ, പക്ഷെ മൈനോറിറ്റി ബാഡ് ഫാദേഴ്സാ. ആഹാബ് ഒരു പിതാവായിരുന്നു, പക്ഷെ അവനൊരു നല്ല പിതാവല്ലായിരുന്നു. ഏലി ഒരു പിതാവായിരുന്നു, പക്ഷെ ഒരു നല്ല പിതാവല്ലായിരുന്നു. ഒരു നല്ല പിതാവാകുക, എ ഗുഡ് ഡാഡ്. മക്കൾക്ക് ജന്മം കൊടുത്തത് കൊണ്ട് നല്ല അപ്പനാകണമെന്നില്ല. വിവാഹം കഴിച്ചതുകൊണ്ട് ഒരു നല്ല ഭർത്താവാകണമെന്നില്ല. വിവാഹിതയായതുകൊണ്ട് ഞാനൊരു നല്ല ഭാര്യയാകണമെന്നില്ല. എല്ലാ തലമുറയിലും ദൈവം ഒരാളെ നോക്കിയിട്ട് പറയണം, അവനെ നോക്ക്. ലുക്ക്. ഈ തലമുറയിലും നിങ്ങളുടെ റോൾ ഒരു ഡാഡ് ആയിരിക്കാം, ഒരു മാമായിരിക്കാം, ഒരു എൽഡർ ബ്രദർ ആയിരിക്കാം, ഒരു യങ്ങർ ബ്രദർ ആയിരിക്കാം. എവറിത്തിങ് വാസ് ഗിവൺ ആസ് എ ബ്ലെസ്സിങ് ഫ്രം ഗോഡ്. ഞാൻ ആഗ്രഹിച്ചതല്ല എൻ്റെ വീട്ടിലെ ഇളയ മകൻ ബേബി ബോയ് ആകണമെന്ന്, പക്ഷെ ദൈവം എന്നെ ആക്കിയതാ.
ഒരു വീട്ടിലെ മൂത്ത പുത്രനായി ജനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതല്ല, ദൈവം നമുക്ക് തന്നതാ. ദൈവം നമുക്ക് തന്ന ഓരോ കാര്യങ്ങൾക്കകത്തും ഗോഡ് ഈസ് എക്സ്പെക്ടിങ് മോർ റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തങ്ങൾ നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഒരു നല്ല റോൾ മോഡൽ ഡാഡി ആകാൻ, ഒരു റോൾ മോഡൽ മോം ആകാൻ എന്താണ് പ്രത്യേകത? അബ്രഹാം ഒരു റോൾ മോഡലാ. നോട്ട് ഓൺലി ഫോർ വൺ ജനറേഷൻ, ഈവൻ ആഫ്റ്റർ ജനറേഷൻ ബൈ ജനറേഷൻ. 750 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദൈവം പറയുക, നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. ആരെ? നിങ്ങളുടെ വല്യപ്പച്ചനായ അബ്രഹാമിനെ. അബ്രഹാം വെറും ഒരു പിതാവല്ലായിരുന്നു. He was a great dad. He was a good dad. He was a role model. Father of faith. വിശ്വാസികളുടെ പിതാവ്. Father of Islam. Father of Christianity. Father of Judaism. Father of many nations. Father of us. More than that, another title was given by God. He was the friend of God. വെറും ഒരു പിതാവ് മാത്രമല്ല, 3 മതങ്ങൾ തന്നെ പിതാവായി അംഗീകരിക്കുന്നു. ഇസ്ലാമും ജുഡായിസവും ക്രിസ്ത്യാനിറ്റിയും. പക്ഷേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ജൂഡായിസം പറയുക ഞങ്ങളുടെ പിതാവാണ് അബ്രഹാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമല്ല അബ്രഹാം പിതാവ്, ഞങ്ങൾക്കും അവൻ പിതാവാ. He is a father to us all. എല്ലാവർക്കും പിതാവാകേണ്ടതിന്. ഹൗ? എങ്ങനെയാണ് അബ്രഹാം എല്ലാവർക്കും പിതാവായത്? അതിന് കാരണമുണ്ട്. എല്ലാവർക്കും പിതാവാകണമെങ്കിൽ we need the faith of Abraham. He was a role model. ഒരു റോൾ മോഡലാകാൻ, ഒരു പിതാവാകാൻ പാടില്ല. ഒരു പിതാവാകുന്നതല്ല, ഒരു റോൾ മോഡലാകണം. ഞാനും നിങ്ങളും മരിച്ച് ഒരു ശവപ്പെട്ടിയിൽ, ഒരു കാസ്കറ്റിൽ നമ്മൾ കിടക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നമ്മളെക്കുറിച്ച് ആളുകൾ എന്തു പറയണമെന്ന് നിങ്ങൾ ജീവിക്കുമ്പോഴേ തീരുമാനിക്കണം. നിങ്ങളുടെ നടുവിൽ 4-5 വർഷം ശുശ്രൂഷ ചെയ്തിട്ട് പോയ പാസ്റ്റർ വരും. ഈ കിടക്കുന്ന അങ്കിൾ എന്റെ ശുശ്രൂഷ കാലയളവിൽ എന്റെ ഹൃദയത്തിന് ആശ്വാസം തന്ന മനുഷ്യന്. ഞാൻ കണ്ടു, ഇദ്ദേഹം ഒരു റോൾ മോഡലായിരുന്നു. നിങ്ങളുടെ മക്കൾ എഴുന്നേറ്റ് സാക്ഷി പറയുന്ന ഒരു സമയമുണ്ട്. മക്കൾ എന്തായിരിക്കണം നമ്മളെ കുറിച്ച് പറയേണ്ടത്? ഞങ്ങളെ നന്നായി കരുതുന്നൊരു ഡാഡി ഭാര്യയ്ക്ക് ചിലപ്പോൾ സാക്ഷി പറയാൻ സമയം കൊടുക്കും. ഭാര്യ എന്തായിരിക്കണം പറയേണ്ടത്? ഈ അടുത്ത കാലത്ത് കാവാലം പാസ്റ്റർ പറഞ്ഞൊരു ഇത് കേട്ടു. ഒരു ഭാര്യ മരിച്ചു കിടന്നപ്പോൾ അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം ഈ മരിക്കുന്നിടത്തല്ലേ ഇപ്പോൾ സാധാരണ പോകാറുണ്ട്. അവിടെ ചെന്നപ്പോൾ ഭാര്യ മരിച്ച് വലിയ ദുഃഖത്തിൽ ഭർത്താവ് ഇരിക്കുന്നത് കണ്ടിട്ട് ഭർത്താവിനെ ആശ്വസിപ്പിച്ചു. അപ്പോൾ ഭർത്താവ് വെളിയിലോട്ട് തന്നെ യാത്ര അയക്കാൻ നേരം താൻ പറഞ്ഞു, ഞാൻ വേറെ അടക്കത്തിന് പോവുക. അപ്പോൾ പറഞ്ഞു, പാസ്റ്ററേ, അവൾക്കും സ്വസ്ഥമായി, എനിക്കും സ്വസ്ഥമായെന്ന്. അപ്പൊ ചിലര് മരിക്കുമ്പോൾ ചിലര് എനിക്ക് സ്വസ്ഥതയായി എന്നാണോ പറയുന്നത്? ഒരു മൗനം ഞാൻ ഈ പ്രസംഗം തയ്യാറാക്കിയപ്പോഴേ പ്രതീക്ഷിച്ചായിരുന്നു. അതെനിക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. What testimony our children. I was reading the other day, 70th birthday was celebrated by their children, and I was reading the comment which you were posted on the Facebook. ഒരു പപ്പായെ കുറിച്ച് മക്കൾ എഴുതിയ കമന്റ് ബോക്സ് ഞാൻ വായിച്ചു. നാം ഇന്ന് ജീവനോടിരിക്കുമ്പോൾ
നമ്മുടെ കുടുംബത്തിൽ ഒരു റോൾ മോഡലായി മാറണം. ആ റോൾ മോഡലാകാൻ ഒന്നാമത്തെ ക്വാളിറ്റി, വി നീഡ് എ ഡിവൈൻ കോൾ. ഒരു ദൈവവിളിയുള്ള മനുഷ്യന് മാത്രമേ ഒരു നല്ല മാതൃകയുള്ള ഭർത്താവായി, ഭാര്യയായി, ഡാഡിയായി, മകനായി ജീവിക്കാൻ പറ്റത്തുള്ളൂ. The first quality Abraham received, he received a divine call from God. അതുകൊണ്ടാ പറഞ്ഞേ, അപ്പനെ നോക്ക്, ഞാൻ അവനെ ഏകനായി വിളിച്ചു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ശരിക്കും ഒരു നല്ല റോൾ മോഡലായി മാറാൻ ഒന്നാമത്തെ ക്വാളിറ്റി നമ്മൾ ഉറപ്പാക്കേണ്ടത്, അപ്പോസ്റ്റൽ പീറ്റർ വാസ് റൈറ്റിംഗ്, മേക്ക് ഷുവർ യുവർ കോളിംഗ് ആൻഡ് എലക്ഷൻ. നിങ്ങളുടെ വിളിയും നിങ്ങളുടെ തെരഞ്ഞെടുപ്പും നിങ്ങളൊന്ന് ഉറപ്പാക്ക്. നിങ്ങളെ ദൈവം വിളിച്ചോ? ദൈവവിളിയുണ്ടോ? ആ ദൈവ വിളിക്കകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്? ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിന്റെ പേര് അബ്രഹാം എന്നായിരുന്നു. അബ്രഹാം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിക്കും അർത്ഥം എന്ന് പറയുന്നത് എക്സാൾട്ടഡ് ഫാദർ. എന്നാൽ ഗോഡ് ചേഞ്ച്ഡ് ഹിസ് നെയിം. എബ്രഹാം എന്നുള്ള പേര് അബ്രഹാം എന്ന് ദൈവം അതിനെ നീട്ടിയപ്പോൾ പറഞ്ഞു ഫാദർ ഓഫ് മെനി നേഷൻ. ദൈവം അവന്റെ പേര് മാറ്റുകയാ. നിന്നെ ഞാൻ വെറും ഒരു പിതാവായിട്ടല്ല, നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കാൻ. അനേകർക്ക് നീ ഒരു റോൾ മോഡലാകുക. അതിനുള്ള വിളിയായിരുന്നു അബ്രഹാമിന്റെ മേൽ ദൈവം അയച്ചത്. ആ വിളിക്കകത്ത് എന്താണ് അടങ്ങിയിരുന്നതെന്നറിയാമോ? The divine call is starting a personal relationship with God. ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ബന്ധം തുടങ്ങുന്നത് ആ ഡിവൈൻ കോളിലാ. And also the second one, a personal responsibility before God. ദൈവ വിളിക്കകത്ത് ഒരു റിലേഷൻ മാത്രമല്ല, ഒരു ഉത്തരവാദിത്വം ഉണ്ട്. എന്താണ് ഉത്തരവാദിത്വം? ഒരു പിതാവിന്റെ ഉത്തരവാദിത്വം എന്താണ്? പിതാവിന്റെ ഉത്തരവാദിത്വം ആ കുടുംബത്തെ ടേക്ക് കെയർ ചെയ്യുക. ചിൽഡ്രൻ, അവരുടെ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുക, അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുക. അവരെങ്ങനെയാകുന്നു? നറിഷ് ആൻഡ് ചെറിഷ് ദിസ് ഓൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. തീർന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ മുമ്പിൽ റോൾ മോഡലായി ജീവിക്കുക. ഞായറാഴ്ച രാവിലെ സൺഡേ സ്കൂളിൽ ഇറങ്ങുമ്പോൾ ബ്ലാങ്കറ്റും പൊതിച്ച് കട്ടിലേ കിടന്ന് ഉറങ്ങുന്ന അപ്പനെ കണ്ടേച്ചല്ല മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങണ്ടേ. അതിന്റെ അർത്ഥം എന്റെ ഡാഡിയേക്കാൾ മുമ്പേ ഞാൻ എഴുന്നേറ്റു പള്ളിപ്പാൻ. നാളെ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, ഹേയ് വെർ ഈസ് യുവർ ഡാഡ്? ഹി സ്ലീപ്പിംഗ്, ഹി സ്ലീപ്പിംഗ്. അവൻ എത്ര കൂളായിട്ടാണ് എന്നോട് പറഞ്ഞതെന്ന് അറിയാമോ? ഞാൻ അവനെ പിടിച്ചൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഹഗ് ചെയ്യണമെന്ന് തോന്നി. ഹി സ്ലീപ്പിംഗ്. റോൾ മോഡൽ. സൺഡേ രാവിലെ കുഞ്ഞ് പള്ളിയിൽ വരുമ്പോൾ അപ്പൻ ഉറങ്ങുന്നു. ആർ യു എ റോൾ മോഡൽ? What testimony you are going to, your children are going to say about you? അക്ഷരാഭ്യാസമോ വലിയ വിദ്യാസമ്പന്നരൊന്നും അല്ലായിരുന്നു നമ്മുടെ മാതാപിതാക്കന്മാർ. അമേരിക്കൻ എംബസിയിൽ എൻ്റെ മാതാവിനെ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് ഞാൻ കൊണ്ടുപോകുമ്പോൾ, ഞാനാ കൊണ്ടുപോകുന്നത്, എൻ്റെ മാതാവിനോട് ഞാൻ പറഞ്ഞു ഒന്ന് ഒപ്പിടാൻ. അപ്പൊ എൻ്റെ മാതാവിന് ഒരു ഒപ്പിടാൻ അറിയത്തില്ല. അവസാനം അവരൊരു സീലിന്റെ പാഡ് കൊണ്ടുവന്നിട്ട് ആ ഫിംഗർ പ്രിന്റ് എടുക്കുകയായിരുന്നു. പേന പിടിച്ച് ഒപ്പിടാൻ അറിയത്തില്ലെങ്കിലും അവര് മാതൃകയോടെ ജീവിച്ചു കാണിച്ചു. പക്ഷേ വിദ്യാഭ്യാസം കുറവായിരുന്നെങ്കിലും വിവരം അവർക്ക് കൂടുതലായിരുന്നു. നമുക്കൊരുപാട് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ നമുക്ക് പലപ്പോഴും പലതും നഷ്ടപ്പെടുകയാ. വാട്ട് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി?
Are you taking care? എനിക്ക് സാധാരണ വരുന്ന ഫോൺ നമ്പറുകൾ സേവ് ചെയ്യാത്തതും അറിയാത്തതും നമ്പർ ഞാൻ എടുക്കാറില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു നമ്പർ വന്നു, 405 എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഒക്കലഹോമ എന്നുള്ളതാ. പക്ഷെ ഞാൻ എടുത്തില്ല. ഉടനെ എഴുതി പാസ്റ്റർ. എൻ്റെ അപ്പുറത്തെ പേര് എഴുതിയിട്ട് പറഞ്ഞു, ക്യാൻ യു പ്ലീസ് ഗീവ് മീ എ കോൾ ബാക്ക്. ഞാൻ മനസ്സിനോട് പറഞ്ഞു, അറിയാത്ത നമ്പറാണല്ലോ, ഡ്രൈവ് ചെയ്യുക. എങ്കിലും ഞാൻ വിളിച്ചപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, 2 കുഞ്ഞുങ്ങളുടെ മാതാവാ പാസ്റ്ററെ. ഈ കുഞ്ഞുങ്ങളെ അവരുടെ പിതാവ് തിരിഞ്ഞു നോക്കാറില്ല. അയാൾ എന്നും ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ മിക്ക ദിവസങ്ങളിലും ഞങ്ങളുടെ വീട്ടിൽ ആഹാരമില്ല. ഈ പണമെല്ലാം ഇയാൾ എവിടെ കൊണ്ട് കൊടുക്കുന്നു? ആരാ ഈ പണമൊക്കെ കവർന്നെടുക്കുന്നത്? കുഞ്ഞിന് കോളേജിൽ പോകണം. ഇങ്ങനെ ഒരു വലിയ സ്റ്റോറി എന്നോട് പറയുക. ഞാനിങ്ങനെ കേൾക്കുകയാ. ഇത് വിദൂരതയിലല്ല, ഈ പട്ടണത്തിൽ നിന്ന്. പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് റോൾ മോഡലായത്! അധ്വാനിക്കുന്നുണ്ട്, ആരും അനുഭവിക്കുന്നു. സ്വന്തം കുടുംബത്തെ ഉത്തരവാദിത്വത്തോടെ നോക്കാൻ, അവരുടെ ആത്മീയത മനസ്സിലാക്കാൻ, എൻ്റെ ഭവനത്തിന്റെ ആത്മീയ അന്തരീക്ഷം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരാളെ ഒരു നല്ല ഗുഡ് ഡാഡ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. But this Sunday, God is separating for you. This is a final call for you. You need to change your mind. അത് ഞാനാണെങ്കിലും നിങ്ങളിൽ ഒരാളാണെങ്കിലും അടുത്ത ഫാദേഴ്സ് ഡേ ഇവിടെ പ്രസംഗിക്കാൻ ഞാൻ കാണുമെന്നോ കേൾക്കാൻ നിങ്ങൾ കാണുമെന്നോ ഒരു ഉറപ്പുമില്ല. പക്ഷെ ജീവിക്കുന്നിടത്തോളം എൻ്റെ കുടുംബത്തിനു വേണ്ടി give priority first to God, second to family, not church. ചിലർ പറയുന്നത് എനിക്ക് ദൈവം കഴിഞ്ഞാൽ പിന്നെ സഭയാണ്. വേണ്ട കേട്ടോ, അത്ര ആവേശമൊന്നും ആരും സഭയ്ക്ക് വേണ്ടി കാണിക്കണ്ട. ഇത് ദൈവം താങ്ങിക്കോളും. അവിടെ മൗനമാണല്ലോ. ദൈവം കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുടുംബമാ. കുടുംബം കഴിഞ്ഞു മതി സഭ. Second priorities for family. Love them, nourish them, cherish them, take care of them. ഒരുമിച്ചിരിക്കാനും ഒരുമിച്ച് കഴിക്കാനും ഒരുമിച്ച് സംസാരിക്കാനും മുൻകൈ എടുക്കേണ്ട ആളാണ് ഫാദർ. കുടുംബ പ്രാർത്ഥനയ്ക്ക് മുൻകൈ എടുക്കേണ്ട ആളാണ് ഫാദർ. ഭാര്യ പാട്ട് പാടുമ്പോ മോൻ കമ്പ്യൂട്ടറിനകത്തിരിക്കുക, മോള് ഐഫോൺ കളിക്കുക, അപ്പൻ കാറ് കഴുകുക. പുള്ളിക്ക് എപ്പോഴും കാറ് കഴുകൊക്കെ ഉള്ളൂ. അകത്തൊരാൾ ഇരുന്ന് പാട്ട് പാടുക, ദേവസുത സന്തതികളെ വിശുദ്ധരെ. ഇതല്ല ഭവന പ്രാർത്ഥന. ആ ഭവനത്തിലെ കിങ്, ആ ഭവനത്തിലെ പ്രീസ്റ്റ്, ആ ഭവനത്തിലെ പ്രോഫറ്റ്, ആ ഭവനത്തിലെ ഡാഡിയ. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ആ കുടുംബത്തിന് ഭയങ്കര സെക്യൂരിറ്റി കൊടുക്കുന്നതാ. ആ ഭവനത്തിലുള്ള എല്ലാവരും പറയും, എൻ്റെ ഡാഡി ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ സേഫാ. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ, ഞാൻ സാധാരണ ഞങ്ങളുടെ പ്രൈമറി കെയർ വിസിറ്റിങ്ങിന് പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചാ രണ്ടുപേരോട് അങ്ങ് കയറും. രണ്ടുപേരെ ഒന്നിച്ച് അപ്പോയിൻമെന്റ് എടുക്കുന്നേ. അപ്പോൾ അവർ ചോദിക്കും, ആർ യു സേഫ് ഇൻ ദ ഹോം? ഈ നേഴ്സ് എന്നെ നോക്കിക്കൊണ്ടല്ലോ ചോദിക്കുന്നത്, ബെൻസിയെ നോക്കിക്കൊണ്ടാ. ഞാൻ പതുക്കെ പറയും സേഫാ. അപ്പോൾ പറയാം, യു വാണ്ട് ടു ടേക്ക് ഹെർ ഔട്ട്, അവളെ പുറത്താക്കണമെന്ന് എന്നോട് ചോദിക്കാറുണ്ട്. കാരണം സേഫാണെന്ന് ഞാൻ ഭാര്യയുടെ മുമ്പിൽ ഇരുന്ന് പറയാൻ പേടിയാണെങ്കിലോ. ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ ഇവിടുത്തെ എല്ലാവരും ചോദിക്കാറുണ്ട്, ആർ യു സേഫ്?
സേഫ് ആകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഇഫ് മൈ ഡാഡ് ഈസ് പ്രസൻസ് ഇൻ മൈ ഹോം, we feel that we all are safe. ചില ഡാഡിമാർ വീട്ടിൽ വരുമ്പോൾ അവർക്ക് സേഫ് എന്നുള്ള ബോധ്യം നഷ്ടപ്പെടുകയാണ്. They do not know what's going to happen next. അങ്ങനെയുള്ള ഡാഡിമാരെ അല്ല വിശുദ്ധ ബൈബിൾ ആഗ്രഹിക്കുന്നത്. You have to be role model. Abraham was role model in his faith. അവൻ ഒന്നാമത് റോൾ മോഡൽ ആയത് അവന്റെ വിശ്വാസത്തിന്. He paid a price to keep that legacy. ആ വിശ്വാസത്തിന്റെ ലെഗസി അടുത്ത തലമുറയ്ക്ക് ഇട്ടിട്ട് പോകാൻ ഒരു വില കൊടുത്ത മനുഷ്യനാ അബ്രഹാം. അബ്രഹാമിന്റെ ചരിത്രം പറയുന്നത് വിശ്വാസത്താൽ അവൻ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ കൂടാരങ്ങളിൽ പാർത്തു. വിശ്വാസത്താൽ യാഗപീഠം പണിത് ആരാധിച്ചു. വിശ്വാസത്തിൽ ക്ഷീണിക്കേണ്ട വിഷയങ്ങൾ വന്നപ്പോൾ ക്ഷീണിച്ചില്ല. പക്ഷെ ഫൈനൽ വേർഡ് എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ പുറപ്പെട്ടു, വിശ്വാസത്തിൽ മരിച്ചു. അതാ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാനപ്പെട്ട റോളാണ് അവർ ഫെയ്ത്ത്. ഫെയ്ത്ത് ഇൻ ഗോഡ്, ഫെയ്ത്ത് ഇൻ പ്രേയർ, ഫെയ്ത്ത് ഇൻ വർഷിപ്പ്. ദൈവത്തിലുള്ള വിശ്വാസം നമ്മൾ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഏബ്രഹാം പ്രൂവ്ഡ് ഹിസ് ഫെയ്ത്ത് ത്രൂ വർക്ക്സ്. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അത് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആരാധനയിൽ വിശ്വാസം ഉണ്ടോ? സൺഡേ രാവിലെ യു ഹാവ് ടു ബി ഇൻ ദ ചർച്ച് ബിക്കോസ് യു ബിലീവ് ഇൻ വർഷിപ്പ്. യു പ്രൂവ്ഡ് യുവർ ഫെയ്ത്ത്. നിങ്ങൾ ബൈബിൾ വായനയിൽ വിശ്വസിക്കുന്നു. യു ഹാവ് ടു റീഡ് ലൗഡ്ലി ബൈബിൾ ഇൻ യുവർ ഹോം. വീട്ടിൽ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം നമ്മളത് പ്രൂവ് ചെയ്യണം. സോ വെൻ ജെയിംസ് വാസ് റൈറ്റിംഗ് അബൌട്ട് faith through works, വിശ്വാസത്താലുള്ള പ്രവൃത്തിയെ കുറിച്ച് യാക്കോബ് എഴുതുമ്പോൾ he brought two examples, Rahab and Abraham. രണ്ടുപേരെ ഒരു കലപ്പയിൽ വെച്ച് പൂട്ടാൻ പറ്റുന്നവരല്ല. അബ്രഹാം വലിയൊരാളാ, രാഹാബ് വേറൊരാളാ. ഈ രണ്ടുപേരെയും മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുക, അബ്രഹാം തന്റെ വിശ്വാസം പ്രവൃത്തിയാൽ കാണിച്ചു. He proved. He was a role model in his faith. വിശ്വാസത്തിൽ റോൾ മോഡൽ ആയിരുന്നു. ഞാൻ വേഗത്തിൽ പോകട്ടെ, 10 മിനിറ്റുകൾ കൂടെ എടുക്കത്തുള്ളൂ. He was role model in worship. ആരാധനയിൽ താൻ ആരായിരുന്നു? റോൾ മോഡലാ. He worship. അവന്റെ ആരാധന എന്ന് പറയുന്നത് he worship publicly and boldly. താൻ പരസ്യമായി ആരാധിച്ചു. ഓൾസോ ഹി വർഷിപ്പ് പ്രൈവറ്റ്ലി. ശ്രദ്ധിക്കണേ, അബ്രഹാം ആരാധിക്കുമ്പോൾ അത് പബ്ലിക്കായിരുന്നു, മറ്റുള്ളവർ കാണത്തക്കവണ്ണമായിരുന്നു. ഹി വാസ് നോട്ട് അഷെയിംഡ് ടു വർഷിപ്പ് പബ്ലിക്കലി. Whenever we study about the life of Abraham, we could see, നമുക്ക് കാണാൻ കഴിയുന്നത്, along with the name of Abraham there is an altar. He built altar and he worshipped God. അബ്രഹാം യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം ശേഖേമിൽ വന്നു, ഹായിക്കും ബേഥേലിനും ഇടയിൽ വന്നു. അവിടെ എല്ലാം he built altar. യാഗപീഠം പണിത് എന്ത് ചെയ്തെന്ന? ആരാധിച്ചു പബ്ലിക്കലി. The pagans, the heathens, the Canaanites, they were watching, they were looking. Publicly a person came from other country and he built an altar. Then he was worshipping an unknown God. Nobody knows. നമുക്കിന്ന് വർഷിപ്പ് പബ്ലിക്കലി ചെയ്യാൻ ഇച്ചിരി നാണം ഉള്ളത് കൊണ്ടാണ് ലൈറ്റ് ഡിമ്മാക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഡിമ്മാക്കുന്നതുകൊണ്ട് പലരോടും ചോദിച്ചു, മക്കളെ എന്തിനായി ഡിമ്മാക്കുന്നത്? ഐ ഡോണ്ട് നോ പാസ്റ്റർ അങ്കിൾ, ഐ ഡോണ്ട് നോ.
അവസാനം ഒരാഴെത്തി ഒന്ന് പറഞ്ഞു, പാസ്റ്റർ, വി നീഡ് പ്രൈവസി ഫോർ വർഷിപ്പ്. ചിലർക്ക് ലൈറ്റ് ഒത്തിരി വേണം ആരാധിക്കാൻ, ചിലർക്ക് കുറച്ച് ലൈറ്റ് മതി. ലൈറ്റ് ഉള്ളപ്പോൾ ആരാധിച്ചാലും ഇല്ലാത്തപ്പോൾ ആരാധിച്ചാലും എനിക്കതൊന്നും ഒരു വിഷയമല്ല. കാരാഗൃഹത്തിൽ അപ്പോസ്തലനായ പൗലോസും ശീലാസും കിടന്നപ്പോൾ ലൈറ്റൊന്നും ഇല്ലായിരുന്നു അതിനകത്ത്. അവർക്ക് ആരാധിക്കാൻ എന്തോ വേണ്ടായിരുന്നു? ലൈറ്റ് വേണ്ടായിരുന്നു. അപ്പം ലൈറ്റ് ഇല്ലെങ്കിലും എന്ത് ചെയ്യാം? ആരാധിക്കാം. ലൈറ്റ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? ആരാധിക്കാം. ഇതൊന്നും നമ്മളെ ബോധർ ചെയ്യാതിരുന്നാൽ മതി. ഗ്ലോറി. ഇതൊന്നും നമ്മൾ വലിയ ഗൗരവമായിട്ട് എടുക്കാതിരുന്നാൽ മതി. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ ആരാധിക്കുമ്പോൾ വെളിച്ചമില്ല. അതുകൊണ്ടല്ലേ കാരാഗൃഹ പ്രമാണി അറയിൽ കയറി വന്ന് എന്തോ ചോദിച്ചത്? വെളിച്ചം ചോദിച്ചു. ബിക്കോസ് there was no light. ബട്ട് ആ ആരാധനയിലും ദൈവശക്തി ഇറങ്ങി. അപ്പൊ നമ്മുടെ ആരാധനകളിൽ he worship publicly. അപ്പൊ വേറൊരാളെ നീ ആരാധിക്കുന്ന കണ്ടാൽ എന്തോ പ്രശ്നം? നീ ഗ്രൗണ്ടിൽ കളിക്കുന്ന എല്ലാവരും കാണുന്നില്ലേ? ഹലോ, everyone could see that. കളിക്കുന്ന മാത്രമോ? ആർഗ്യൂയിങ്, ഫൈറ്റിംഗ്, എവരിത്തിങ്. കളിക്കുന്നത് എല്ലാവർക്കും കാണാമെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എല്ലാവരും കാണട്ടെ. That would be a witness that I am worshiping an almighty God. I am not ashamed of the gospel. I am not ashamed to worship this almighty God even in sports ground. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കളിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ ടീം അവർ കരങ്ങൾ കോർത്ത് പിടിച്ച് ആയിരക്കണക്കിന് മില്യൺസ് ആൾക്കാർ നോക്കുമ്പോൾ ആ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവർ പ്രൈസിങ് ഗോഡ്. They were not ashamed. നിങ്ങൾക്ക് എവിടെയും ദൈവത്തെ ആരാധിക്കാൻ ഒരു ബോൾഡ് വർഷിപ്പർ ആയിരിക്കണം. ആരുടെ മുമ്പിലും അതിന് ലജ്ജിക്കേണ്ട കാര്യമില്ല. എവിടെ വെച്ചും ദൈവത്തെ ആരാധിക്കാം. അബ്രഹാം നടു റോഡിലും മോറിയാമലയിലും എല്ലാം ദൈവത്തെ ആരാധിക്കുന്നതിൽ ഒരു ബോൾഡ് വർഷിപ്പർ ആയിരുന്നു. He was a role model in faith, in worship. അപ്പൊ ആരാധിക്കുമ്പോൾ ആ ആരാധനയിലൂടെ ഈ കനാനൈറ്റ്സ് ഒക്കെ വന്ന് ചോദിക്കും, യു കെയിം ഫ്രം അതർ കൺട്രി, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, നീ ഒരു യാഗപീഠം പണിത് ഇങ്ങനെ 2 കൈ ഉയർത്തി നീ ആരോടോ സംസാരിക്കുന്നു, ആരാ ഇത്? അപ്പോൾ അബ്രഹാം തല ഉയർത്തി പറഞ്ഞു, ഞാനും നിങ്ങളെ പോലെ ഊമ വിഗ്രഹങ്ങളെ ആരാധിച്ചവനാ, പക്ഷെ ഒറ്റ ദൈവങ്ങൾ പോലും എന്നോട് സംസാരിച്ചില്ല. അപ്പോൾ എന്നോട് സംസാരിക്കുന്ന തേജോമയനായ ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് യാഹ്വേ. He witnessed, he testified through worship that Yahweh is a speaking God. സംസാരിക്കുന്ന ദൈവത്തെ അബ്രഹാം മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്തി. സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം. മോനെ, മക്കളോട് പറയേണ്ട ഇങ്ങനെ, മോനെ പപ്പ കഴിഞ്ഞ രാത്രി എന്നോട് സംസാരിച്ചു കേട്ടോ എന്ന് പറയത്തക്കവണ്ണം. അപ്പോൾ മക്കൾ പറയട്ടെ, എൻ്റെ പപ്പായുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാ. പറയാനുണ്ടോ നമ്മുടെ കയ്യിൽ? അധികം സമയം നമ്മുടെ മുൻപിൽ ദൈവം വച്ചിട്ടില്ല. ജീവിക്കുന്ന സമയം റോൾ മോഡലായി. റോൾ മോഡൽ ഇൻ യുവർ ഫെയ്ത്ത്, റോൾ മോഡൽ ഇൻ യുവർ വർഷിപ്പ്. മൂന്നാമതായി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പോകുന്നത്, ഹി വാസ് റോൾ മോഡൽ ഇൻ ഒബീഡിയൻസ്. ദൈവത്തെ അനുസരിക്കുന്നതിൽ ഈ മനുഷ്യൻ സ്വന്തം മകനെ മോറിയാമലയിൽ അർപ്പിക്കാൻ പറഞ്ഞപ്പോഴും ഹി ഒബെയ്ഡ്. ലീവ് യുവർ കൺട്രി, ലീവ് യുവർ നെയ്ബേഴ്സ്, ലീവ് യുവർ റിലേറ്റീവ്സ്. ഹി ഒബെയ്ഡ്. ഇവിടെ എല്ലാം താൻ അനുസരിക്കുക. ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് അബ്രഹാമിന്റെ അനുസരണം ഇച്ചിരി കൂടിപ്പോയോന്ന്.
കാരണം ഒരിക്കൽ സാറാ പറഞ്ഞു ഹാഗാറിൻ്റെ അടുത്തോട്ട് പോകാൻ പറഞ്ഞു. പുള്ളി എന്ത് ചെയ്തു? അങ്ങ് പോയി. പിന്നെ സാറാ പറഞ്ഞു അവളെ പുറത്താക്കാൻ. അന്നേരവും പുള്ളി എന്ത് ചെയ്തു? അങ്ങനെയുള്ളവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇരി മനുഷ്യ എന്ന് പറഞ്ഞാൽ പിന്നെ എഴുന്നേക്കണമെങ്കിൽ പിന്നെ ഫ്രീസായി പോവും. പിന്നെ ചാലിക്കണമെങ്കിൽ എൻ്റെ മിസ്സിസിനോട് ചോദിക്കട്ടെന്ന് പറയും. അപ്പോൾ പറയും പാസ്റ്ററിന് ഇതൊക്കെ പറയാം, ഞങ്ങളുടെ മോർഗേജ് അടയ്ക്കണ്ടായോ പാസ്റ്ററെ? യെസ്, മോർഗേജ് അടയ്ക്കണം. അബ്രഹാമിന്റെ അനുസരണം ചില സമയത്ത് കൂടിപ്പോയോ? ദൈവം എന്തു പറഞ്ഞാലും ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്ന കാര്യത്തിൽ we can be a role model. അവിടെ no other question. അങ്ങോട്ടൊരു ചോദ്യവും ഇല്ല. അബ്രഹാം ആരാധനയിലെ ബോൾഡ് വർഷിപ്പർ, എ പബ്ലിക് വർഷിപ്പർ, എ പ്രൈവറ്റ് വർഷിപ്പർ. He proved that I am a bold worshipper. Even in the midst of pagans, heathens, Canaanites, they were watching. ജാതികൾ നോക്കി നിന്നപ്പോൾ, നിങ്ങൾക്കറിയാമോ പെന്തക്കോസ് വളർന്നത് AC ബിൽഡിങ്ങിനകത്തല്ല. പെന്തക്കോസിന്റെ ചരിത്രം എടുത്ത് പഠിക്ക്. അവർ ഒരു കാലത്ത് ദൈവത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ ആലയങ്ങളില്ലായിരുന്നു, വാടക കെട്ടിടങ്ങളൊക്കെ അവർക്ക് കൊടുത്തില്ല. പക്ഷേ അവര് പറഞ്ഞു അകത്തു വന്ന ആത്മാവിനെ ഞങ്ങൾ അടക്കിയിരുത്തത്തില്ല, മരച്ചുവട്ടിൽ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ മരച്ചുവട്ടിൽ ആരാധിച്ചവരുടെ മക്കൾ ഈ ആലയത്തിനകത്ത് ഇരിപ്പുണ്ട്. അവിടെ തുടങ്ങിയതാ പെന്തക്കോസ്ത്. Praise God. They were not ashamed. കല്ലറയിലും കല്യാണ വീട്ടിലും they proclaimed the gospel. You know, our call is to worship God. You know why God created Adam and Eve? To worship God. മോശ ഫറവോന്റെ മുമ്പിൽ ചെന്ന് ആവർത്തിച്ച് സന്ധിയില്ല സമരം ചെയ്തത് എന്താണെന്നറിയാമോ? ലെറ്റ് മൈ പീപ്പിൾ ഗോ ദാറ്റ് ദേ മേ വർഷിപ്പ് ഗോഡ്. എന്റെ ജനത്തെ എന്ത് ചെയ്യണം? ഇതുപോലെ ആരോ വാദിച്ച് നിങ്ങളെ പുറത്തിറക്കിയതാ. ഇവിടെ വന്ന് കയ്യും പൂട്ടി ഇരിക്കാനല്ല, ആരാധിക്കാനാ ദൈവം വിളിച്ചിറക്കിയത്. ഈ ആലയം ആരാധനാലയമാ. We are called to worship publicly in the wilderness. Privacy വേണമെന്ന്. For what? For what? We are worshiping Yahweh, the living God. Secret prayer ഉണ്ട്, public prayer ഉണ്ട്, private worship ഉണ്ട്, public worship ഉണ്ട്. ആരാധനാലയം പബ്ലിക് ആരാധനയാ. ദൈവമില്ലാത്ത ഒരാൾ വന്ന് ഞാൻ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ പുതുതായിട്ട് വരുന്നവരൊന്നും വന്ന് ചില ബെഞ്ചിൽ ഇരിക്കല്ലേ എന്ന്. മനസ്സിലായില്ല? പുതുതായിട്ട് വരുന്നവരൊന്നും വന്ന് ചില ബെഞ്ചിൽ ഇരിക്കല്ലേ എന്ന്, ചിലരുടെ അടുത്തും ഇരിക്കല്ലേ എന്ന്. കാരണം അവരുടെ അടുത്തിരുന്നാല് ഇത് പെന്തക്കോസ്ത് സഭയാണോ എന്ന് അവർ ഡൗട്ടായി പോകും. ഒരു സ്തോത്രമെങ്കിലും പോടണ്ടേ? നാമോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്തിനാ വിളിച്ചെന്നറിയാമോ? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. To proclaim, to proclaim, to proclaim. We are proclaiming. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട a holy nation, a royal priesthood. We are. Did you forget that? നമ്മളത് മറന്നുപോയോ? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് he brought us from the darkness to the marvelous light to proclaim his praise. അതാ ദൈവദാസൻ പറഞ്ഞ സ്തുതി പറയുമ്പോൾ നമ്മൾ ഒരു പാട്ടൂടെ പാടി അല്പനേരം ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ പോവുക. We are here to worship.
We are here to proclaim publicly. കൈയടിക്കട്ടെ. നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആള് കാണട്ടെ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാ, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവനാ, എന്റെ അകത്ത് ജീവനുണ്ട്. ഞാൻ എന്തിനാ എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ലജ്ജിക്കുന്നേ? I want to be a good dad. I want to be a great dad. I want to be a role model. Role model in faith, role model in worship, role model in obedience. In order to deceive, in order to receive that qualities, the first quality we need a divine call. ദൈവത്തിൽ നിന്നൊരു വിളി നമ്മുടെ കുടുംബത്തിനകത്തുണ്ടാകണം. ഒരു നല്ല ഡാഡിയായി മാറണം. നമ്മുടെ കുഞ്ഞുങ്ങൾ പറയണം, നമ്മുടെ ചുറ്റുപാടും പറയണം. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ പ്രാർത്ഥിക്കാം. ദൈവമക്കൾ, എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്നാട്ട്. ഈ ഡാഡ്സ് ഡേ എന്ന് പറഞ്ഞ് ചുമ്മാ കുറെ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച് പോവുകയല്ല. എനിക്കെങ്ങനെ ഒരു ബെറ്റർ ഡാഡി ആകാം, എനിക്കെങ്ങനെ ഒരു ഗുഡ് ഡാഡി ആകാം, എനിക്കെങ്ങനെ ഒരു ഗ്രേറ്റ് ഡാഡ് ആകാം, എനിക്കെങ്ങനെ ഒരു റോൾ മോഡൽ ആകാം. 750 വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ നോക്കിയിട്ട് ഇസ്രായേൽ സമൂഹത്തോട് ദൈവം പറയുക, പ്രവാചകന്റെ നാവിലൂടെ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ തിരിഞ്ഞു നോക്ക്, ഞാൻ അവനെ ഏകനായി വിളിച്ചിറക്കി. അവനൊരു റോൾ മോഡലാ. 10 തലമുറ കഴിഞ്ഞാലും ദൈവം പറയണം, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുവനുണ്ടായിരുന്നു, എന്നെ ആരാധിക്കുന്നവൻ, എന്നെ വിശ്വസിച്ചവൻ, എന്നെ അനുസരിച്ചവൻ. ഇത് ദൈവത്തിൽ നിന്ന് നാം പ്രാപിച്ചെടുക്കേണ്ട സമയമാണ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് പാട്ടിന്റെ വരികൾ പാടി